കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 9-ാം ദിനത്തിൽ യജ്ഞാചാര്യൻ മണികണ്ഠൻ പള്ളിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മൾ 26-ാം തീയതി മുതൽ നമ്മുടെ ഓണാഘോഷം തുടങ്ങിയതാണ്. വിവിധ പരിപാടികളായിട്ട് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട MP-യാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വിവിധ കലാപരിപാടികളും നമ്മുടെ തിരുവാതിര, അതുപോലെ തന്നെ കൈകൊട്ടിക്കളി, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അരങ്ങേറി നമ്മുടെ ഈ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓണാഘോഷം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു യജ്ഞാചാര്യനാണ് അദ്ദേഹം. ഞാൻ കേട്ടിട്ടുണ്ട്, പലതവണ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട്, ഒപ്പം നന്നായിട്ട് പാടുകയും ചെയ്യും. പറയാനും പാടാനും എല്ലാം കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉദ്ഘാടകനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ വേദിയിൽ നാടൻപാട്ട് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അതിനെത്തിച്ചേർന്ന കുട്ടികളുമുണ്ട്. അപ്പം 2 വരി നാടൻപാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്കിത് ആരംഭിക്കാം. തെയ്യരയ്യം തക തെയ്യരയ്യം തക തെയ്യരം തെയ്യരം തെയ്യരയ്യം തെയ്യരയ്യം തക തെയ്യരയ്യം തക തെയ്യരം തെയ്യരം തെയ്യരയ്യം തന്താനേ താനാ തിന തന്നാരം താനാ തന്നാനേ താനാ തിന തന്നാരം താനാ. ആദിയില്ലല്ലോ പോലന്തമില്ലല്ലോ പൊല്ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ പൊല്ലക്കാലം പോയ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ പൊല്ലക്കാലം പോയ യുഗത്തിൽ, ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ പൊല്ലക്കാലം പോയ യുഗത്തിൽ. തെയ്യരയ്യം തക തെയ്യരയ്യം തക തെയ്യരം തെയ്യരം തെയ്യരയ്യം തെയ്യരയ്യം തക തെയ്യരയ്യം തക തെയ്യരം തെയ്യരം തെയ്യരയ്യം തന്താനേ താനാ തിന തന്നാരം താനാ തന്താനേ താനാ തിന തന്നാരം താനാ. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻപിള്ള സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M നന്ദി പറഞ്ഞു. നാടൻപാട്ട് എന്ന് പറയുമ്പോൾ വായ്പാട്ടുകളും ഉൾപ്പെട്ടു വരുന്ന പാട്ടുകളാണ് നമ്മൾ അവതരിപ്പിച്ചു വരുന്നത്. പണ്ടത്തെ കാലത്ത് വയലിൽ പണിയെടുക്കുന്നവർ പാടി തുടങ്ങിയ പാട്ട് ഇന്ന് നമ്മൾ പല മേഖലയിലും ആ പാട്ടിനെ ആശ്രയിക്കുന്നുണ്ട്. നമ്മളെ വിട്ടുപിരിഞ്ഞ കലാഭവൻ മണി പാടിയിരുന്ന പാട്ടുകൾ നാടൻ പാട്ടായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. എന്നാൽ നമ്മൾ വിട്ടുപിരിഞ്ഞ ബാനർജി പാടിയിരുന്ന പാട്ടുകൾ നാടൻ പാട്ടുകളെ ആയിരുന്നു. അത്തരം പാട്ടുകളാണ് ഇന്നിവിടെ അവതരിപ്പിക്കേണ്ടതും. ഓണം ഇന്ന് നമ്മൾ മലയാളികൾ മാത്രം ആഘോഷിക്കുന്ന ഒരു ഓണമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ഇത് കേരളത്തിലെ ഓണം വരുമ്പോൾ ബോണസുകൾ ഏറെക്കുറെ വാങ്ങിക്കൂട്ടുന്നതും അന്യദേശക്കാരാണ്. എന്നാൽ അവർ പണിയെടുക്കാത്ത മേഖലകൾ ഇല്ല എന്ന് വേണം പറയാൻ.
ഒരു മേഖലയിൽ മാത്രം എനിക്ക് തോന്നുന്നു അവർക്ക് കൈകടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏത് മേഖല ആവാം. പള്ളിക്കൽ മണികണ്ഠൻ സാർ എല്ലാ മേഖലയിലും പോകുന്ന സജീവ സാന്നിധ്യമുള്ളൊരു വ്യക്തിയാണ്. അന്യദേശക്കാർ കൈകടത്താത്ത, മലയാള നാട്ടിൽ കൈകടത്താത്ത ഒരു മേഖല മാത്രമേ നമുക്കിന്നുള്ളൂ. ആ മേഖല എന്ന് പറയുന്നത് നമ്മുടെ അമ്പലങ്ങളും പള്ളികളും. പൂജാതി കർമ്മങ്ങൾ നടത്തുവാൻ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് ആ മേഖലയിൽ കൂടി അവർ കൈകടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്തിക്കഴിഞ്ഞു. പൂജാരിമാരുണ്ട്. അത് ഏത് പള്ളിയിലാണ്, ഏതമ്പലത്തിലാണ്? കേരളത്തിന് വിട്ടാണ്. ഞാൻ കേരളത്തിൽ ഉള്ള അമ്പലങ്ങളിൽ മറ്റ് സ്റ്റേറ്റിലുണ്ടല്ലോ, അവരാണല്ലോ പൂജാരിമാർ. കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ നിൽക്കുന്ന വനിതകൾ ഉൾപ്പെടെ പൂജാരിമാരായിട്ടുണ്ടെങ്കിലും ബംഗാളി മകളെ അല്ലെങ്കിൽ അന്യ സ്റ്റേറ്റുകാരെ നമുക്ക് പൂജാരിമാരായിട്ട് എത്തിയിട്ടില്ല. എങ്കിലും എനിക്കൊന്ന് അതിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ആവാം. ഇന്ന് അന്യ സ്റ്റേറ്റുകാർ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന മേഖലയിൽ നല്ലൊരു വരുമാനം അവർ കൈക്കലാക്കുന്നുണ്ട്. എൻ്റെ കൂടെ പണിയെടുക്കുന്ന ആൾ മറ്റ് സ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾ പോലും 1650 രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്. പക്ഷേ മലയാളികൾ പോയി അന്യ സ്റ്റേറ്റിൽ പോയി ഏതാണ്ട് മാസം 15 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓണം നമ്മൾ പഴയ കാലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. എന്നാലും മാറ്റം കൂടി വരുന്നൊരു കാര്യം കൂടി നമ്മൾ ഓണത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഓണം നമ്മൾ ആഘോഷിച്ചു വരുന്നു. 4-5 വർഷം കൊണ്ട് നമുക്ക് വലിയ ഓണങ്ങളില്ലായിരുന്നു. എല്ലാ വർഷങ്ങളിലും നമുക്ക് പ്രളയവും മഴയും എല്ലാം ആയിരുന്നുവെങ്കിൽ ഈ വർഷം എനിക്ക് തോന്നുന്നു അങ്ങനൊരു സംഭവങ്ങളില്ല. നല്ല സന്തോഷത്തോടു കൂടി കൈനിറയെ സമ്പാദ്യങ്ങളുമായി വാങ്ങിച്ചുകൊണ്ട് വലിയ ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഇന്ന് മലയാളികൾ. അതിൻ്റെ ഇടയിൽ ഈ 14 ദിവസം നീണ്ടു നിൽക്കുന്ന സമുദ്രതീരത്തിലെ ഓണാഘോഷം, മലയാളികൾ 10 ദിവസം ആഘോഷിക്കുമ്പോൾ ഈ കുടുംബത്തിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നടന്നു വരികയാണ്. ഈ 14 ദിവസവും ഇവിടെ ആഘോഷിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ഇതുവരെ സംഘടിപ്പിച്ചത്. ഈ കൂട്ടത്തിലുള്ള മിക്ക അച്ഛനും അമ്മയും നല്ല പാട്ടുകൾ പാടുന്ന ആളുകളാണ്. ആ പാട്ടുകൾ അവരിൽ നിന്ന് കേൾക്കുവാനും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ പാടുന്നത് അവർക്ക് കേൾക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഓണങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ വർഷവും നമ്മൾ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഇവിടെ നടത്തിയത് എങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിക്കുവാനും പ്രഗത്ഭരായ ജഡ്ജസുകൾ ഇവിടെ എത്തുകയും അതിനുപരി നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഈ പ്രദേശത്തെ കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇത്തിക്കര ബ്ലോക്കിൻ്റെ മെമ്പറും സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും അതിനുപരി നമ്മുടെ അച്ഛന്മാരുടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന ഒരംഗം കൂടിയായ ആശ ടീച്ചറെ സ്നേഹത്തോടെ സമുദ്രയുടെ പേരിലൂടെ നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന മണികണ്ഠൻ സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു മഹത് വ്യക്തിയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്നിവിടെ കിട്ടിയത്. സാറിൻ്റെ നാട്ടിൽ ഈ അടുത്ത സമയത്ത് ഏറ്റവും വലിയൊരു ഓണാഘോഷവും ഓണസമ്മേളനങ്ങളുമാണ് നടന്നിരുന്നത്. സാറിൻ്റെ നാട് വലിയൊരു ആഘോഷമായിരുന്നു. അടുത്ത സമയങ്ങളിൽ പള്ളിക്കൽ മണികണ്ഠൻ സാറിന് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്വീകരണ പരിപാടി പള്ളിക്കൽ പ്രദേശങ്ങളിൽ പല ഘട്ടങ്ങളിലായി സംഘടിപ്പിക്കുകയുണ്ടായി. എനിക്കൊരു ദിവസം അവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയെങ്കിലും എനിക്കിവിടെ ഒരു പരിപാടി ആയതുകൊണ്ടാണ് എനിക്കന്ന് എത്താൻ കഴിയാഞ്ഞത്. ഷീല ടീച്ചർ ഞാൻ പറഞ്ഞു എനിക്കെത്താൻ കഴിയില്ല ആ പരിപാടിക്കെന്ന് പറഞ്ഞെങ്കിലും ആ പരിപാടിയെക്കുറിച്ച് ഞാൻ തിരക്കി മനസ്സിലാക്കിയപ്പോൾ ഏറെ ജനങ്ങൾ സാന്ദ്രതമായ ഒരു വലിയൊരു സ്വീകരണം തന്നെയാണ് പള്ളിക്കൽ പ്രദേശത്ത് നിന്ന് കിട്ടാൻ കഴിഞ്ഞത്.
മണികണ്ഠ സാറിനെ എത്ര പുകഴ്ത്തിയാലും പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ സഞ്ചരിക്കുകയും സപ്താഹത്തിൻ്റെ രത്ന ആചാര്യൻ എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഏറെ നമ്മളെ ആകർഷിക്കുന്നത്. ഇവിടെ തന്നെ നാടൻപാട്ടിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഞാൻ മണികണ്ഠ സാറ് നാടൻപാട്ട് പാടുമെന്ന് എനിക്കൊരു ഇതില്ലായിരുന്നു. ആ മഹത് വ്യക്തിയാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ കിട്ടിയത്. സ്നേഹത്തോടെ പള്ളിക്കൽ മണികണ്ഠ സാറിനെ സമുദ്ര കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. തുടർന്ന് നാടൻപാട്ട് മത്സരം അരങ്ങേറി. ചെമ്പും ചെമ്പകപ്പൂമരമുന്നേ പൊടിച്ചു കിളുത്തേ ഒറ്റ തുണിയിലൊരു തൂൺമേലാണേ കളരി ചെങ്ങന്നൂർ കളരി പറവൻ പൊന്മണി മികവേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൽ പല മഹിമ കേട്ടുള്ള പല നാടും മതി ഗുരുക്കളെ പറവൻ പൊന്മണി മികവേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൽ പല മഹിമ കേട്ടുള്ള പല നാടും മതി ഗുരുക്കളെ ഒടിതല കുത്തി പരിച കാട്ടിയും വടിവാൾ വലിച്ചെടുക്കിലും പരിച കാണുമ്പോൾ അവർക്ക് തോന്നും പറക്കും മാനത്തെ പരുന്തുപോൽ ഒടിതല കുത്തി പരിച കാട്ടിയും വടിവാൾ വലിച്ചെടുക്കിലും പരിച കാണുമ്പോൾ അവർക്ക് തോന്നും പറക്കും മാനത്തെ പരുന്തുപോൽ 12 മലനാടന്മാർ കൊലവില്ലന്മാരെ തകർത്ത് മൃദയ ചാട്ടത്തിനെതിരായി പടവെട്ടി പറക്കുന്നു വാളുകൾ മറിയുന്നു പരിചകൾ പറക്കുന്നു എതിരായി പടവെട്ടും പടപടയാളി 12000 ഇവിടെ ചൂരല് പല നൽപ്പനമ്പല ചൂരല് ഇത്തരം പര ആയുധങ്ങൾ എടുത്തു രാക്ഷസാവീരര് മാരി കറുത്ത മാരി പെരുത്ത പാരു പൊറുത്തിടാൻ അകപുറമ്പാൻ തൊട്ടുറഞ്ഞു കളിച്ചു രാക്ഷസാവീരരെ 12 മലനാടന്മാർ കൊലവില്ലന്മാരെ തകർത്ത് മൃദയ ചാട്ടത്തിനെതിരായി പടവെട്ടി പറക്കുന്നു വാളുകൾ മറിയുന്നു പരിചകൾ പറക്കുന്നു എതിരായി വെട്ടും പടപടയാളി 12000 ഇവിടെ തായിന്തത്തരികിടത് മൃതത്തെ തനനെ താനന്നെ താനം താനിന്നെ താനന്നെ താനം തനനെ താനന്നെ താനം താനിന്നത്തോ താതകത് മൃദൈ തനനെ താനന്നെ താനം താനിന്നെ താനന്നെ താനം തനനെ താനന്നെ താനം താനിന്നത്തോ താതകത് മൃദേ 8 നാടും കീർത്തി കേട്ട ഇൻപമേറും കേരള നാട് 52 കളരിയെ വാവാ കളരി ഗുരുനാഥനെ വാവാ പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്തെ നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ തകത് മൃദേ കളരിയും കണ്ടു ഞങ്ങൾ ഗുരുമുഖം കണ്ടു ഞങ്ങൾ ഇൻപമേറിയ ഗുരുവിൻ്റെ ചമയം കണ്ടേ തകത് മൃദേ തനനെ താനന്നെ താനം താനിന്നെ താനന്നെ താനം തനനെ താനന്നെ താനം താനിന്നത്തോ താതകത് മൃദേ തനനെ താനന്നെ താനം താനിന്നെ താനന്നെ താനം തനനെ താനന്നെ താനം താനിന്നത്തോ താതകത് മൃദേ എടുപ്പിൻ വാൾ പരിച കൊടുപ്പിൻ വെട്ടുതാൾ അറപ്പിന്നായുധങ്ങൾ മുറിഞ്ഞിടട്ടെ തകത് മൃദേ എടുപ്പിൻ വാൾ പരിച കൊടുപ്പിൻ വെട്ടുതാൾ അറപ്പിന്നായുധങ്ങൾ മുറിഞ്ഞിടട്ടെ തകത് മൃദേ പെരുത്ത പോർക്കുരുതി ജയിച്ചു പോന്നു ഞങ്ങൾ പോകേണം ബാലന്മാരെ പടങ്ങായിട്ടേ തകത് മൃദേ 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 12 മലനാടന്മാർ കൊലവില്ലന്മാരെ തകത് മൃദേ ചാട്ടത്തിനെതിരായി പടവെട്ടി പറക്കുന്നു വാളുകൾ മറിയുന്നു പരിചകൾ പറക്കുന്നു എതിരായി പടവെട്ടും പടപടയാളി 12000 ഇവിടെ 12 മലനാടന്മാർ കൊലവില്ലന്മാരെ തകത് മൃദേ ചാട്ടത്തിനെതിരായി പടവെട്ടി പറക്കുന്നു വാളുകൾ മറിയുന്നു പരിചകൾ പറക്കുന്നു എതിരായി പടവെട്ടും പടപടയാളി 12000 ഇവിടെ തായിന്തത്തരികിടത് മൃതത്തെ മന്ദാരക്കാവില് വേലപുരം കാണാൻ
എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മകരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞാല് മന്ദാരക്കാവില് പൂരം കൊടിയേറും. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മകരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞപ്പോഴേ മന്ദാരക്കാവില് പൂരം കൊടിയേറി. അങ്ങനെ മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മകരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞാല് മന്ദാരക്കാവില് പൂരം കൊടിയേറും. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്നോട് കൂട്ടണുട്ടോ എന്നോട് കുഞ്ഞാനേ. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. കൂന്തൽ കുരുത്തോലാടി കളിക്കണുണ്ടേ കാവിലമ്മ ദേവിയേ ഞങ്ങളെ കാത്തോളൂ. കൂന്തൽ കുരുത്തോലാടി കളിക്കണുണ്ടേ കാവിലമ്മ ദേവിയേ ഞങ്ങളെ കാത്തോളൂ. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. അണ്ണൻ്റെ കാവുകളും തൊട്ടടുത്താണേടിയേ വേലയിറക്കമുണ്ടേ കാവില് പോണെനിക്ക്. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. അണ്ണൻ്റെ കാവുകളും തൊട്ടടുത്താണേടിയേ വേലയിറക്കമുണ്ടേ കാവില് പോണെനിക്ക്. അങ്ങനെ മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവില് വേലപൂരം കാണാൻ എന്തടാ കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. ആ നമ്മക്കും പോകേണ്ടേ. ആ നമ്മക്കും പോകേണ്ടേ. ആ നമ്മക്കും പോകേണ്ടേ. പാണ്ടി നല്ല മലയാളത്തിൻ്റെ അതിരുതലയ്ക്കൽ ചെമ്പും ചെമ്പകപ്പൂമരമൊന്നേ പൊടിച്ചു കിളിർത്തേ ഒറ്റത്തുണിയിലൊരു തൂൺമേലാണ് കളരി ചെങ്ങന്നൂർ കളരി പറവാൻ പൊന്മണി മികവേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൻ പല മഹിമ കേട്ടുള്ള പല നാടും ആദിഗുരുക്കളെ. പറവാൻ പൊന്മണി മികവേറും നല്ല പുതിയ പൊന്മണി നഗരിയിൽ പല നാട്ടിൻ പല മഹിമ കേട്ടുള്ള പല നാടും ആദിഗുരുക്കളെ. ഓടി തലകുത്തി പരിച കാട്ടിയും വടിവാൾ വലിച്ചെടുക്കിലും
തകതീതക 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 താരരേ തകതീതക 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 താരരേ കണ്ടാലോ മിണ്ടാണ്ടായി കാണുമ്പം തല ചായ്പായി ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ കണ്ടാലോ മിണ്ടാണ്ടായി കാണുമ്പം തല ചായ്പായി ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ എന്നെന്നും മാനത്തുദിക്കണ ചന്ദ്രനെ വേണമെന്ന് എന്നെന്നും മാനത്തുദിക്കണ ചന്ദ്രനെ വേണമെന്ന് ചെന്നാലതു കൊണ്ടു തരുന്ന സ്നേഹമുള്ള പൊന്നങ്ങളമാര ചെന്നാലതു കൊണ്ടു തരുന്ന സ്നേഹമുള്ള പൊന്നങ്ങളമാരായി തകതീതക 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 താരരേ തകതീതക 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 താരരേ കണ്ടാലോ മിണ്ടാണ്ടായി കാണുമ്പം തല ചായ്പായി ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ചുട്ടുപാഴുപ്പിച്ച ചൂരൽ കൊണ്ടെന്നടിച്ചപ്പോ ചുട്ടുപാഴുപ്പിച്ച ചൂരൽ കൊണ്ടെന്നടിച്ചപ്പോ അന്നെനിക്ക് നൊന്തില്ലെന്നാൽ ഇന്നെൻ്റെ നെഞ്ചിൽ നീറ്റല അന്നെനിക്ക് നൊന്തില്ലെന്നാൽ ഇന്നെൻ്റെ നെഞ്ചിൽ നീറ്റലായി തകതീതക 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 താരരേ തകതീതക 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 താരരേ കണ്ടാലോ മിണ്ടാണ്ടായി കാണുമ്പം തല ചായ്പായി ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ തെക്കുന്നും വന്നൊരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ തെക്കുന്നും വന്നൊരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ തകതീതക 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 താരരേ തകതീതക 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 താരരേ കണ്ടാലോ മിണ്ടാണ്ടായി കാണുമ്പം തല ചായ്പായി ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ഇന്നെൻ്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേലൊരു പര നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കൈതോല പായ വിരിച്ച് പായേലൊരു പര നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങാടി ഷോപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് കുന്നത്തങ്ങാടി
പൊന്നേ ആടി ആടി എപ്പ വരും നിന്റാങ്ങളമാര് പൊന്നേ ആടി ആടി എപ്പ വരും നിന്റാങ്ങളമാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കാതൊരുമിക്കാരമുള്ളുണ്ട് കാതു കുത്തണ നേരം കാതൊരുമിക്കാരമുള്ളുണ്ട് കാതു കുത്തണ നേരം നോവുമ്പോ പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ 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 ആ ഏ ഓ ആ ഏ ഓ കാതു കുത്തി കൈതൊല തൂകി അപ്പോ കടച്ചില് മറുടി പൊന്നെ കാതു കുത്തി കൈതൊല തൂകി അപ്പോ കടച്ചില് മറുടി പൊന്നെ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞു ചിരുദേവി പെണ്ണേ 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 ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതു കുത്താൻ എപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നേ കാതു കുത്താൻ ഇപ്പ വരും നിന്റമ്മാവന്മാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ നന്ദി രാഹുൽ രാമചന്ദ്രൻ, വൈശാഖ് കൃഷ്ണ എന്നിവരായിരുന്നു ജഡ്ജസ്. 5 മത്സരാർത്ഥികളുണ്ടായിരുന്നു. 5 മത്സരാർത്ഥികളും വളരെ ഭംഗിയായിട്ട് പാട്ടുകൾ അവതരിപ്പിച്ചു. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. തനത് പാട്ടുകൾക്കാണ് മാർക്ക് ഇടുന്നതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 പേര് മാത്രമാണ് ചെസ് നമ്പർ 1ഉം ചെസ് നമ്പർ 3ഉം 2 നമ്പേഴ്സ് മാത്രമാണ് തനത് പാട്ടുകൾ പാടിയിരിക്കുന്നത്. ബാക്കി 3 പേരും മത്സരിച്ചിരിക്കുന്നത് എഴുത്തു പാട്ടുകളായിരുന്നു. ഇത് വരികൾക്കകത്തും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് പാടിയ കൈതോലപ്പായ വിരിച്ച് പാടിയ നമ്മുടെ കൊറോണ കാലത്ത് നഷ്ടപ്പെട്ട ഉദ്ഘാടന സമയത്ത് പറഞ്ഞ കൂട്ട് തന്നെ കൊറോണ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയായ ജിതേഷ് കക്കടിപ്പുറത്തിൻ്റെ പാട്ടായിരുന്നു കൈതോലപ്പായ വിരിച്ച്. ആ ചേട്ടൻ്റെ പാട്ട് തന്നെയാണ് കൈതോലപ്പായ വിരിച്ച് പാട്ട്. ഒന്ന് എനിക്കൊന്ന് ഈ അടുത്ത സമയത്ത് വേറെ എനിക്ക് പാട്ട് ഞാൻ മറന്നുപോയി. ജിതേഷ് കക്കടിപ്പുറം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാട്ട്. അദ്ദേഹത്തിന് കുറേയേറെ പാട്ടുകളുണ്ട്. എഴുത്തുകാരൻ എന്ന നിലയിൽ, പാട്ടുകാരൻ എന്ന നിലയിൽ കുറേയേറെ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പാട്ടുകൾ ഇനിയും പഠിക്കുമ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നതല്ല, നമ്മുടെ പ്രദേശങ്ങളിൽ തനത് പാട്ടുകളുണ്ടായിരിക്കും. ആ പാട്ടുകൾ കണ്ടെത്താനും പഠിക്കാനും ശ്രമിക്കുക. ചെങ്ങന്നൂർ ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് രാഹുൽ രാമചന്ദ്രൻ എന്നാണ്. ബുധനൂർ ജാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കണ്ടെത്തലിൽപ്പെട്ട പാട്ടാണ് പടവെട്ട് പാട്ട്. അപ്പം അങ്ങനെ ഈ പാട്ടുകൾ അന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൂടെ കുറച്ചുകൂടെ അന്വേഷിക്കുക. ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് പഠിക്കാനും പറയാനും ഒക്കെ വെക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ കാലം തൊട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, യൂണിവേഴ്സിറ്റി കാലഘട്ടങ്ങളിലെ എല്ലാ മത്സരങ്ങളിലേക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ നാടൻ പാട്ട്. അപ്പോൾ അത്തരത്തിലേക്ക് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഇപ്പം ഉദ്ഘാടന സമയത്ത് സാറ് പറഞ്ഞ കൂട്ടുള്ളൊരു പാട്ട് എനിക്കൊന്ന് ഇപ്പം യൂട്യൂബിലൂടെയൊക്കെ എല്ലാവരും ഏറെ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2016-17 കാലഘട്ടത്തിൽ പാട്ട് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെന്നിത്തല ഭാഗത്തുനിന്ന് ശോഭയെന്ന് പറഞ്ഞൊരു അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയ കുറച്ച് വരികളും പുന്നപ്ര ജ്യോതികുമാർ സാർ എന്ന് പറയുന്ന സാറ് എഴുതി ചേർത്ത കുറച്ച് വരികളും കൂടെ ചേർത്തതാണ് ഈ പാട്ട്. ഇത് പലർക്കും അറിയത്തില്ല. പ്രസീത ചാലക്കുടി പാടി
എല്ലാവർക്കും പ്രസിദ്ധമായി കിടക്കുന്ന പാട്ട്. ഇതിനകത്ത് കുറച്ച് വരികൾ എഴുത്തും കുറച്ച് വരികൾ തനതുമായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വരികൾ സാറാദ്യം പാടിയ പാട്ടാണ്, എന്നാലും ഒന്നുകൂടെ പാടാം. ഇത് ആദ്യമായി ഓഡിയോ കാസറ്റിൽ പാടിയത് ഞാനാണ് 2016-17 കാലഘട്ടത്തിൽ. അത് ഈ പറഞ്ഞ കൂട്ട് യൂട്യൂബിലും ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് അത്രയും വൈറലാകാത്ത ഒരവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇവിടുത്തെ അച്ഛനമ്മമാരെ കാണാൻ പറ്റുന്നതും ഇതിൻ്റെ സംഘാടകരെയൊക്കെ കാണാൻ പറ്റുന്നതും ഒരുപാട് സന്തോഷം. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചിപ്പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചിപ്പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തെറ്റി കണ്ട് മുല്ല കണ്ട് ചെങ്കുറിഞ്ഞിപ്പൂവും കണ്ടേ, ഒരു പൂ പറിക്കണ പെണ്ണിനെ കണ്ടേ, തെറ്റി കണ്ട് മുല്ല കണ്ട് ചെങ്കുറിഞ്ഞിപ്പൂവും കണ്ടേ, ഒരു പൂ പറിക്കണ പെണ്ണിനെ കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചിപ്പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അവൾ അമ്പലപ്പുഴ വേലയും കണ്ടേ, കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അവൾ അമ്പലപ്പുഴ വേലയും കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചിപ്പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഞാറ് കണ്ട് ഞാറയ്ക്കൽ ദേശവും കണ്ടേ, ഒരു ഞാറു നടും പെണ്ണിനെ കണ്ടേ, ഞാറ് കണ്ട് ഞാറയ്ക്കൽ ദേശവും കണ്ടേ, ഒരു ഞാറു നടും പെണ്ണിനെ കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചിപ്പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരി മീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള വെടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരി മീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള വെടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരി മീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള വെടയ്ക്കണ മീനാണേ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കള്ളും കുടിച്ച് എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കള്ളും കുടിച്ച് എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. ഉച്ചയ്ക്ക് 12 മണിക്ക് നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻപിള്ള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമുക്ക് പ്രത്യേകിച്ച് ആമുഖമായിട്ടൊരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. കാര്യം ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നമ്മളെ പൊന്നോണം വരുന്നത്. അപ്പം നമ്മളെ കേരളത്തിലുള്ളവരെല്ലാവരും ജാതിമത ഭേദമന്യേ ഒരു ദേശീയ ഉത്സവമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. അത് ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമ്മളെ ഇവിടെ ആഘോഷിക്കുന്ന ഒരു ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഈ കൂട്ടുകുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അംഗമാണ് ഞാൻ. ഇവിടെ നിങ്ങളോടൊപ്പം വന്നിട്ട് കഴിഞ്ഞ മാസങ്ങളിലും നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചതാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും നാം കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് നമ്മളിവിടെ ബഹുമാനപ്പെട്ട MP ഈ ഓണാഘോഷ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. എനിക്കന്ന് എന്നെ ക്ഷണിച്ചായിരുന്നു, എനിക്കന്ന് വരാൻ പറ്റിയില്ല. പഞ്ചായത്തിൻ്റെ അവസാനത്തെ ഞങ്ങളെ ഭരണം തീരുന്നതിൻ്റെ അവസാനത്തെ നാളുകളാണ്. അപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഉള്ള ഓണാഘോഷങ്ങളും പല കാര്യങ്ങളും
ഈ വാർഷിക ആനുകൂല്യം കൊടുക്കുന്നതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളും പിന്നെ ചില ഔദ്യോഗിക കാര്യങ്ങൾ ജാക്കാല കുളി കല്യാണം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് 1-2 പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആളാണ്. എന്നെ ചെയർമാൻ 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു, മെമ്പറെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നുമില്ല, ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വേളയിലാണ് രാവിലെ ഞാനിവിടെ വന്നിട്ട് പോയത്. പിന്നെ സമാപനം ആകുമ്പോഴത്തേക്ക് ഞാൻ എത്താം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ അതനുസരിച്ചാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സമുദ്ര കുടുംബത്തിലെ കൂട്ടുകുടുംബത്തിലെ എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാം, എല്ലാ അച്ഛനമ്മമാർക്കും ഇതിൻ്റെ സംഘാടകർക്കും ചെയർമാൻ തുടങ്ങി എല്ലാവർക്കും എൻ്റെ ഈ വർഷത്തെ ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ഇന്നത്തെ ഈ നാടൻപാട്ടും ഇന്നത്തെ കലോത്സവവും എല്ലാ പരിപാടികളും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഞാൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ വിഷ്ണു എസ്, 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശിവപ്രിയ എന്നിവർക്ക് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻപിള്ള സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപഹാരവും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹരീഷ് പൂവത്തൂർ മുഖ്യ അതിഥിയായി. നമുക്കിപ്പം ഓണാഘോഷങ്ങളുടെ തിരക്കാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള ഫോമുകൾ മേടിക്കുന്നതിനും അതിൻ്റെ പൈസ മൃഗാശുപത്രികളിൽ അടയ്ക്കുക, അങ്ങനെ വിവിധ തിരക്കിൻ്റെ ഇടയിലാണ് പിന്നെ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണസമിതിയുടെ അവസാനത്തെ ഓണാഘോഷമാണ് ഇന്ന് നടക്കുന്നത്. അവിടെ നിന്നാണ് അപ്പുക്കുട്ടണ്ണൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ നേരുന്നു.